സെറ്റ് ടർഫ് സെറ്റ് ടർഫ് സ്പേസ് ചേംബർ സ്പേസ് KVA 100 സ്പേസ് 100 ആണോ? ഓക്കെ ഓക്കെ. അതല്ലേ മറ്റേ സ്റ്റാർട്ട് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാറിക്കോളും. മാറ്റേണ്ട ഒരു 5 സെക്കൻഡ് മതി സ്റ്റാർട്ട് ആയി. എവിടെ എല്ലാം കത്തിപ്പോയോ? ഇല്ല, എനിക്ക് പുറത്താന്ന് തോന്നുന്നു. 9 പേരുള്ളൂ. ഓക്കെ, KP-യിലെ ആൾക്കാരെല്ലാം ഡയറക്റ്റ് നോക്കി ഫയറിംഗ് വന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് നല്ലൊരു ഫയറിംഗ് വന്നിട്ടുണ്ട്. KP ഷാഡോ ആ ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് കയറിയിരിക്കുകയാണ്. അതേപോലെ തന്നെ സ്പൈഡിലെക്സ് ഓക്കെ, അവരുടെ ഒരുപാട് പേര് ഈ ഒരു ഏരിയയിലോട്ട് വന്ന് കയറിയിട്ടുണ്ട് KP-യുടെ. അതേപോലെ KP-യുടെ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദും വർക്കിച്ചിന് അവിടെ നല്ലൊരു ടാഗ് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടാഗിനാണ് കൊടുക്കുന്നത്. അതേപോലെ ഷാഡോ ഇവിടെ അൾട്രോൺ ഈ ഒരു ആംഗിളിൽ നിന്ന് അവർ കാണാം. എന്താണ് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അൾട്രോണെ അവർക്കും കാണുന്നില്ലെന്ന് തോന്നുന്നു. ഈ ഒരു ആംഗിളിൽ നിന്ന് വിസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ KP ഇവിടെ ഈ ഒരു ബിൽഡിങ്ങും അതേപോലെ തന്നെ ഈ ഒരു ഏരിയാസും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു എഡ്ജ് പണ്ടത്തെ ഒരു KP-യുടെ ഒരു ഹോൾഡിങ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരെന്തായാലും ഈ ഒരു ഏരിയാസ് എടുത്തിരിക്കുകയാണ്. ഓപ്പോസിറ്റ് നല്ലൊരു ഫയറിങ് വരുന്നുണ്ട്. KP അപ്പുറത്തെ ഒരു ഏരിയയാണ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കറൻ്റ്ലി. നോക്കുകയാണെങ്കിൽ അൾട്രോൺ അവിടെ വണ്ടി വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇപ്പുറത്തെ സൈഡ് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഇവിടെ ബാക്കിൽ നമ്മുടെ കക്കാശി KP-യും തമ്മിൽ പിറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. KP ഓൾമോസ്റ്റ് എല്ലാവരും സോൺ ഇന്നിലോട്ട് വന്നിട്ടുണ്ട്. അവർ 1 2 3 4 വണ്ടിയിൽ അവർ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു വണ്ടിയിലെ പ്ലേയേഴ്സ് മാത്രമാണ് ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. അവർക്ക് നല്ലൊരു സ്പ്രേ ആൻഡ് ടാഗ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ബിൽഡിങ്ങിലോട്ട് പോകാനുള്ളൊരു ശ്രമമാണോ KP-യുടേത് മനസ്സിലാവുന്നില്ല. വേറെ എന്തെങ്കിലും TV ടർഫ് ഉണ്ടോ? യെസ്, KVA കാർലോ, KVA സ്പീഡ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അൾട്രോൺ അവിടെ വണ്ടിയിൽ പോകുന്നുണ്ട്. നല്ലൊരു ഫയർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. KVയുടെ 3 പ്ലേയേഴ്സ് ഇറങ്ങി ഇവിടുന്ന് ഫയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും KP-യുടെ 4 പേര് വണ്ടിയിൽ തന്നെയാണ്. 4 പേര് വണ്ടിയിൽ തന്നെയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ 4 പ്ലേയേഴ്സും വണ്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. റഷ്യൻ, റാഫേൽ, ഡാർലിൻ ഡിക്സോൺ, കിങ് തോട്ട, ഒബിറ്റോ വിച്ചിഹ, സാലിയോ. ഓക്കെ, ഷാഡോ 3 പ്ലേയേഴ്സ് താഴെ ഇറങ്ങിയിട്ടുണ്ട്. അവർ സ്പോട്ട് ഇട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. അപ്പുറത്തെ ഓപ്പോസിറ്റുള്ളവർ സ്പോട്ട് ഇട്ട് നല്ലൊരു ഫയറിംഗ് വരാൻ ചാൻസ് ഉണ്ട്. അവർക്ക് തിരിച്ച് കയറേണ്ടിയിരിക്കുന്നു. അവർ ഓക്കെ തിരിച്ച് കയറാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഇല്ലില്ല, അവർ വണ്ടി എടുത്ത് അവിടുന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ്. അവർ ആ വണ്ടി എടുത്ത് അവിടുന്ന് മൂവ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ വണ്ടി എടുത്ത് അവർ അവിടുന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇപ്പോൾ കറൻ്റ് അവർ എല്ലാ പ്ലേയേഴ്സും തിരിച്ച് വണ്ടി കയറിയിരിക്കുന്നതാണ്. ആ ഒരു പൊസിഷൻ അവർ വിട്ടിട്ടുണ്ട്. ഈ ഒരു ആംഗിളിൽ നിന്ന് വണ്ടി ഓടിച്ചത് ഇവിടെയുള്ള 3 പേർ ഇടുക്കയിലോട്ട് അവർ എത്തിയിട്ടുണ്ട്. ക്രിസ്റ്റി ജൂനിയർ അവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കയറി. ഓക്കെ, അവിടെ നല്ലൊരു ഫയറിംഗ്. വർക്കിച്ചൻ ഷെയ്ഖ് മുഹമ്മദിന് അവിടെ നല്ലൊരു ഫയറിംഗ് വന്നിട്ടുണ്ട്. ഇവിടെ ഈ വണ്ടി പിക്ക് ചെയ്യുന്നുണ്ട്. വർക്കിച്ചൻ്റെ ഷെയ്ഖ് മുഹമ്മദിന് അവിടെ നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. അവർ ഈ ഒരു ബിൽഡിംഗ് ആണ് പുഷ് ചെയ്തിരിക്കുന്നത്. പറയടാ. ഇവിടെ സ്പെക്കല്ല വിളിക്കാം. ഓക്കെ, ഇവിടെ നല്ലൊരു ഫയറിംഗ് വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ബിൽഡിംഗ് അവർ പുഷ് ചെയ്യുകയാണ്. KP വർക്കിച്ചിന് അവിടെ മേളിൽ ഫയർ ചെയ്തുകൊണ്ട് ഈ ഒരു താഴെ നമ്മുടെ യാഹിയും ക്രിസ്റ്റിയും അവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് റഷ്യൻ ആരോ വണ്ടി എടുത്തോണ്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഇവർ ഈ ഒരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. അൾട്രോൺ ഇവിടെ വണ്ടി ഇട്ടിട്ടുണ്ട്. ഹിറ്റ്മാൻ ഈ ഒരു ആംഗിൾ വണ്ടി ഇട്ട് നല്ലൊരു സ്പ്രേ ചെയ്യുന്നുണ്ട്. ഇവിടെ ബൈഫൂട്ടിലാണ് അവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഈ ഒരു ആംഗിൾ പെട്ടുപോയിരിക്കുകയാണ് KP-യുടെ പ്ലേയേഴ്സ്. നോക്കുകയാണെന്നുണ്ട് ആകാശോട് അവിടെ ഡൗൺ ആയിരിക്കുകയാണ്. അല്ല, ഡൗൺ ആയില്ല. അവിടെ എന്താ പിന്നെ അങ്ങനെ ഇല്ല, ഡൗൺ ആയില്ലായിരുന്നു. ഓക്കെ, ഈ ഒരു ബിൽഡിംഗ് കയറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ബിൽഡിംഗ് കയറാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർക്ക് അവിടെ എങ്ങനെ കയറണമെന്ന് അറിയത്തില്ല എന്ന് തോന്നുന്നു. അവിടെ ഒരു വണ്ടി ഇട്ടാൽ മാത്രമേ അവിടെ കയറാൻ സാധിക്കുകയുള്ളൂ. കക്കാശി ബാക്കിൽ വന്ന് നല്ലൊരു ഫയറിംഗ് ചെയ്യുന്നുണ്ട്. കക്കാശി ഒറ്റയ്ക്ക് അവർ പുഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കക്കാശിനെ അവർ ഷാഡോ പുഷ് ചെയ്ത് വരുന്നുണ്ട്. ഷാഡോ പുഷ് ലോക്ക് നല്ലൊരു ഫയറിംഗ് വരുന്നുണ്ട്. കക്കാശി അവർ ഷാഡോനെ ഫയർ ചെയ്തു, സ്പ്രേ ചെയ്തു. ഷാഡോ വേഴ്സസ് കക്കാശി ഡൗൺ. ഷാഡോയ്ക്ക് നല്ല ടാഗ് ലിറ്ററലി. ഷാഡോ വീണിരിക്കുകയാണ്. ഇപ്പോൾ നല്ലൊരു ട്രെയിനാണ് അവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇവിടെ നല്ലൊരു സ്പ്രേ നടന്നുകൊണ്ടിരിക്കുകയാണ്. KV എഹി അവിടെ തന്നെ നിൽക്കുന്നത്. KP പ്ലേയേഴ്സ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ലോങ്ങിൽ നിന്ന് സ്പ്രേ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിലോട്ട് പുഷ് ചെയ്ത് വന്ന ആൾക്കാർ ഇവിടെ 4 പേര് ഈ ഒരു ആംഗിളിൽ നിന്ന് ഫയർ ചെയ്തുണ്ട്. ലോങ് പുള്ളിൽ നിന്ന് ഡ്രാഗണും മൊയ്തീൻ കോയുമാണ് ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നല്ലൊരു ട്രേഡ് വർക്കിച്ചിന് മേളിൽ നിന്ന് നല്ല സ്പാം കൊടുക്കുന്നുണ്ട്. വർക്കിച്ച് തിരിച്ച് സ്പാം ചെയ്യുന്നുണ്ട്. ഇവരിനെ മടക്കി കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവർക്ക് കയറാൻ സാധിച്ചിട്ടില്ല. ഷെയ്ഖ് മുഹമ്മദ് മേളിൽ നിന്ന് നല്ല ടാഗ് കൊടുക്കുന്നുണ്ട് റഷ്യൻ റാഫേലിന്. ആഷ് BTW ഷെയ്ഖ് മുഹമ്മദ് നോക്കി കളിച്ചില്ലെങ്കിൽ തറയിൽ വീഴാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. നല്ല ആംഗിളിൽ നിന്ന് എല്ലാ ആംഗിളിൽ നിന്ന് നല്ലൊരു സ്പ്രേ ആണ്. ഈ ഒരു കോർണറിലോട്ടാണ് അവർ വന്നിരിക്കുന്നത്. ഈ ഒരു ബിൽഡിംഗാണ് അവർ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. ഈ ഒരു ബിൽഡിങ്ങിലോട്ട് കവർ കൊടുക്കാൻ KVക്ക് സാധിക്കുമോ? കവർ ചെയ്യാൻ വന്നിരുന്ന കക്കാശി അവിടെ ഡൗൺ ആയിരിക്കുകയാണ്. അതേപോലെ തന്നെ നല്ലൊരു തിരിച്ചൊരു ട്രേഡ് എടുക്കാൻ KVക്ക് സാധിച്ചിട്ടുണ്ട്. ഷാഡോനെയാണ് അവർ പിക്ക് ഓഫ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ട്രേഡ് തന്നെയാണ് അത്. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബാബ കല്യാണി അവരുടെ ബാക്കിയുള്ള 11 പ്ലേയേഴ്സും ഈ ഒരു ആംഗിളിലാണ്. നല്ലൊരു ടാഗ് കിട്ടിയിട്ടുണ്ട് KP ട്രാവിസിന്. വർക്കിച്ചിന് ഇപ്പോഴും മേളിൽ നിന്ന് സ്പാം ചെയ്യുന്നുണ്ട്. ഈ ഒരു ആംഗിളിൽ അൾട്രോൺ ഒറ്റയ്ക്ക് വന്ന് വണ്ടിയിൽ ഇറക്കിയിട്ടുണ്ട്. അൾട്രോൺ നല്ലൊരു ട്രാവിസിനെ പിക്ക് ഓഫ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. നല്ലൊരു പിക്ക് KVയുടെ സൈഡിൽ നിന്ന് നല്ലൊരു പിക്ക്. ട്രാവിസ് ഡൗൺ ആയിരിക്കുകയാണ്. വർക്കിച്ചൻ വീണ്ടും സ്പ്രേ ചെയ്യുന്നുണ്ട്. വർക്കിച്ചന് നല്ലൊരു ടാഗ് കിട്ടിയിരിക്കുകയാണ്. വർക്കിച്ചൻ ലിറ്ററലി ആവശ്യമാണ് ഹീൽ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഡൗൺ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അൾട്രോൺ ബാക്കിൽ നിന്ന് നല്ലൊരു കവർ കൊടുക്കുന്നുണ്ട്. ഇവിടെ നോക്കി ജാക്ക് പാറ്റോ അവൻ ഹെൽത്ത് അടിച്ചു. നല്ലൊരു ടാഗാണ് അവിടെ വർക്കിച്ച് കൊടുത്തതെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാ സൈഡിൽ നിന്നും KPനെ അവർ വളർന്ന് KVയെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മേളിൽ നിന്ന് ആ ബിൽഡിങ്ങിൽ നിന്നും ആൾക്കാർ ഇറങ്ങി പുഷ് ചെയ്ത് വരുന്നുണ്ട്. ബൈഫൂട്ടാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ 2 പേര് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ആംഗിളിൽ അവരെല്ലാവരും ജാമായിരിക്കുകയാണ്. വർക്കിച്ചിന് മേളിൽ നിന്ന് വീണ്ടും ടാഗ് കൊടുക്കുന്നുണ്ട്. അൾട്രോൺ വണ്ടി എടുത്ത് അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നോക്കുകയാണെങ്കിൽ അടുത്തൊരു വണ്ടി കൊണ്ട് നിർത്തിയിട്ടുണ്ട്. KVയുടെ 3 പ്ലേയേഴ്സ് പുഷ് ചെയ്ത് കയറുന്നുണ്ട്. നോക്കുവാണെങ്കിൽ KVയുടെ 3 പ്ലേയേഴ്സ് കിങ് തോട്ടാത്ത് അടികൊണ്ട് ഓടിയിട്ടുണ്ട്. ആഷ് BTW അവിടെ അടികൊണ്ട് ഓടുന്നുണ്ട്. സാലിയോ ലിറ്ററലി ലോ HP ആണ്. ഹീൽ ചെയ്യാനുള്ള സമയം കിട്ടും. വർക്കിച്ചൻ അനദർ പിക്ക് എടുത്തിരിക്കും. വീണ്ടും ഒരു പിക്ക് വർക്കിച്ചൻ എടുത്തിരിക്കുകയാണ്. മേളിൽ നിന്ന് നല്ലൊരു ആംഗിൾ, നല്ലൊരു കവർ ഫയർ, നല്ലൊരു കവറിങ്. ആക്ച്വലി KPക്കാർ ഇവിടെ പെട്ടുപോയിട്ടുണ്ട്. KV എല്ലാ ആംഗിളിൽ നിന്ന് സ്പ്രേ ചെയ്യുകയാണ് അവർക്ക് ഡ്രാഗൺ ഇപ്പോൾ സ്പോട്ട് ചെയ്ത് ബാക്കിൽ നിന്ന് അടിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഹിറ്റ്മാൻ ഈ ഒരു ആംഗിളിലോട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു ആംഗിൾ കവർ ചെയ്തിട്ടുണ്ട്. ഹിറ്റ്മാൻ ഇവിടുന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആകാശ് ജോഡക്സിന്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് തോന്നുന്നു. ആകാശ് ജോഡക്സ് ഇപ്പോൾ ഡൗൺ ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആകാശ് ജോഡക്സ് നിര്യാതരാവട്ടെ സഭയെ അതിക്രമിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് നിര്യാതരാവില്ല? ഹിറ്റ്മാൻ കാണുന്നില്ലേ? ഹിറ്റ്മാൻ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു. ആകാശ് ജോഡക്സിന് അൾട്രോൺ ആകാശ് ജോഡക്സിന്റെ അണ്ണാക്കിൽ കൊണ്ട് വണ്ടി കുത്തിയിട്ടുണ്ട്. KVയെ പുഷ് ചെയ്ത് കയറി സ്പൈഡി ഫ്ലെക്സിനെ യഹിയെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ആകാശ് ജോഡക്സിനെ അവരെല്ലാവരും അടിച്ചിട്ടുണ്ട്. മേളിൽ നിന്ന് അടിക്കുന്നുണ്ട് KPIWനെ. മൊയ്തീൻ കോയ ഒറ്റയ്ക്ക് ഈ ഒരു ആംഗിളിൽ നിന്ന് കയറി വന്നു. അത് വലിയൊരു മണ്ടത്തരമായി പോയെന്ന് തോന്നുന്നു. ബട്ട് അവിടെ കവർ ചെയ്യാൻ ഡ്രാഗൺ ഉള്ളത് കൊണ്ട് മൊയ്തീൻ കോയ ഡൗൺ ആയില്ല. ഇപ്പുറത്തിൽ നിന്ന് ആൾക്കാർ കയറി വന്നിരിക്കുകയാണ്. വർക്കിച്ചൻ ഷെയ്ഖ് മുഹമ്മദ് മേളിലൊരു നല്ലൊരു പൊസിഷൻ അവർ ഡ്രോപ്പ് ചെയ്യണ്ടായിരുന്നു. ഷെയ്ഖ് മുഹമ്മദ് KV ജാക്ക് പാറ്റോനെ ഡൗൺ ആക്കിയിരിക്കുകയാണ്. വർക്കിച്ചൻ കയറി പിക്ക് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഡ്രാഗൺ അവിടെ ആഷ് BTW കാർലോ അവിടെ പിക്ക് എടുത്തിരിക്കുന്നു. ഡ്രാഗണിന് വീണ്ടും ഒരു പിക്ക്. KP ഡാർലിൻ ഡിക്സൺ ആരെ പിക്ക് എടുത്തിട്ടുണ്ട്. KV കാർലോ വീണ്ടും ഡ്രാഗൺ അനദർ പിക്ക്. ആൻഡ് KVയിലെ 2 പ്ലേയേഴ്സ് 3 പ്ലേയേഴ്സ് ഡൗൺ, 4 പ്ലേയേഴ്സ് ഡൗൺ. വർക്കിച്ചൻ, ഹിറ്റ്മാൻ, ഷെയ്ഖ് എഹിയ ആൻഡ് കക്കാശി 4 പേരാണ് ഡൗൺ ആയിരിക്കുന്നത്. നമ്മൾ കിൽ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് കിൽ ഹിസ്റ്ററി അടിച്ച് നോക്കാം. യെസ്, ഇതാണ് ഗൈസ് കിൽ ഹിസ്റ്ററി. നമ്മൾ എടുക്കുകയാണ്. നല്ല അടിപൊളി ഒരു ടർഫ്, നല്ലൊരു പുഷിങ് ഫ്രം KPയുടെ സൈഡ്, അതേപോലെ നല്ലൊരു ഡിഫെൻഡിങ് ഫ്രം KVയുടെ സൈഡ്. 2 പേരും അഗ്രസീവായിട്ട് തന്നെയാണ് കളിച്ചിരിക്കുന്നത്. കിടിലൊരു ടർഫ്. നമുക്ക് നല്ലൊരു ടർഫിൻ്റെ തുടക്കം തന്നെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ പിക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പിക്ക് എടുത്തിരിക്കുന്നത് ഇതെന്താ കുറേ പിക്കുകൾ കാണിക്കുന്നുണ്ടല്ലോ. യെസ്, ആദ്യത്തെ പിക്ക് അപ്പാപ്പനാണ് ആടിനെ കൊന്നിരിക്കുന്നത്. ഷാഡോ ഫസ്റ്റ് പിക്ക്. ഷാഡോ പിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ കക്കാശി വീണ് എത്തുന്നൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. മൊയ്തീൻ ഗോയയുടെ നല്ലൊരു ട്രേഡായിരുന്നു ഗൈസ്. ഇല്ലെങ്കിൽ അവിടെ KVക്ക് നല്ലൊരു ഡിസഡ്വാൻറ്റേജ് ആയേനെ. പക്ഷെ അവിടെ മൊയ്തീൻ ഗോയ നല്ലൊരു ട്രേഡ് തന്നെ ഷാഡോനെ എടുത്തിട്ടുണ്ട്. അതേപോലെ കക്കാശി നല്ലൊരു ടാഗ് തന്നെ ഷാഡോയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ വർക്കിച്ചൻ്റെ മേളിൽ നിന്നുള്ള 2 പിക്ക്, സാലിയോയുടെയും അതേപോലെ ട്രാവിക്സ് അലക്സിൻ്റെയും 2 പിക്കുകൾ തന്നെ കളി തിരിച്ചിരുന്നു. ഗെയിം സൗണ്ടല്ലോ കഴിഞ്ഞില്ലേ? പിന്നെ നോക്കുകയാണെങ്കിൽ വർക്കിച്ചിൻ്റെ 3ാമത്തെ ഒരു താഴെ ഇറങ്ങിയൊരു പിക്ക് ഒബീറ്റ ഉച്ചയ്യനും കൂടെ പിക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് KP ജോഡക്സ് തിരിച്ച് ക്രിസ്റ്റി ജൂനിയറിനെ ഡൗൺ ആക്കി. യഹിയ സ്പൈഡി ഫ്ലെക്സിനെ ഡൗൺ ആക്കി. അതേപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ആകാശ് ജോഡിനെ ജാക്ക് പാറ്റനെ ഡൗൺ ആക്കി. ഡ്രാഗൺ ബാബ കലിനെ പിക്ക് ചെയ്തു. കിങ് കൊത്ത തിരിച്ച് ഹിറ്റ്മാനെ പിക്ക് ചെയ്തു.
ഡ്രാഗൺ KP ആഷ് ബീറ്റ് ഡബിൾ പിക്ക്. കാർലോ അവിടെ ഷെയ്ഖ് മുഹമ്മദിനെ ടീം കീഴിൽ ചെയ്തിട്ടുണ്ട്. മൊയ്തീൻ ഗോയ നോക്കുകയാണെങ്കിൽ ഡാർലൻ ഡിക്സൺ എടുത്തിട്ടുണ്ട്. ഡാർലൻ ഡിക്സൺ തിരിച്ച് KV വർക്കീസിനെ എടുത്തിട്ടാണ് ഡാർലൻ ഡിക്സൺ വീണിരിക്കുന്നത്. ഡ്രാഗൺ അഗെയിൻ റഷ്യൻ റാഫേലിനെ പിക്ക് ചെയ്തു. കാർലോ KP കിങ് കൊത്തേനെ പിക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ടർഫ്. അപ്പോൾ കില്ലെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതവിടെ കഴിയട്ടെ. കില്ല് ക്ലിയർ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. റാവിക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ നമുക്ക്